പ്രിയപ്പെട്ടവരെ നോക്കൂ, യുവതി പറഞ്ഞിരുന്നത് പയ്യന്നൂരിൽ വെച്ചാണ് തനിക്ക് ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായത് എന്നാണ്. എന്റെ നാടാണ് പയ്യന്നൂർ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ബസ് എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 മിനിറ്റാണ്. ചുരുക്കി പറഞ്ഞാൽ 1.25 കിലോമീറ്റർ ആണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് എത്താൻ എടുക്കുന്ന സമയം. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ മുതലാളി ചോദിച്ചാൽ നമ്മുടെ ബസ്സിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നടന്നതായി ബസ് ജീവനക്കാർക്കോ ബസ് ഡ്രൈവർക്കോ യാതൊരു അറിവുമില്ല. അതുമല്ല, ബസ്സിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആദ്യം ഈ ബസ് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് എത്തുമ്പോഴെങ്കിലും അവിടെ ഹോം ഗാർഡ് ഉണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു, പോലീസ് ആടി ഉണ്ടായിരുന്നു, ഹോം ഗാർഡ് ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കംപ്ലൈന്റ് പറയായിരുന്നു. നമ്മൾക്ക് കംപ്ലൈന്റ് വന്നിട്ടില്ല. ഇവരോട് ആരോടും ഒന്നും പറയാതെ ബസ്സിനകത്ത് ഷിംജിത റീൽ എടുക്കുന്നത് പോലെ പകർത്തിയ ആ വീഡിയോ ഫുട്ടേജ് മാത്രം കയ്യിലെടുത്ത് ഷിംജിത നടന്നുപോയി. ഇനി ഷിംജിത പറഞ്ഞതുപോലെ ആദ്യത്തെ 2 മിനിറ്റാണ് ഷിംജിത സഫർ ചെയ്തതെങ്കിൽ ഷിംജിത ആദ്യം പറയുകയുണ്ടായി, ആദ്യം മുമ്പിലുള്ള ഒരു കുട്ടിക്ക് ഇറിറ്റേഷൻ സംഭവിച്ചു, എന്നോട് ദീപക് പെരുമാറുന്നത് അതിന് ശേഷമാണ് എന്നാണ് പറഞ്ഞത്. ഈ 4 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ 5 മിനിറ്റ് ആയിക്കോട്ടെ, ഈ 5 മിനിറ്റ് കൊണ്ട് നടന്ന സംഭവമാണ് ഇതൊക്കെ ഷിംജിത. പ്രിയപ്പെട്ടവർ, ഈ വിഷയത്തിലുള്ള എൻ്റെ പ്രധാനപ്പെട്ട 3 ആശങ്കകൾ ഞാൻ പറയട്ടെ. കോഴിക്കോട് സ്വദേശിയായ ദീപക്കും വടകര സ്വദേശിയായ ഷിംജിതയും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് എന്തിന്? അതിൽ ദീപക് വന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. കാരണം കോഴിക്കോട് നിന്ന് കാസർഗോഡ് വരെയാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് ഏരിയ. അവിടെ വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പല കടകളിലും എത്തിച്ചേർന്നത്. പക്ഷേ ഷിംജിത എന്തിനാണ് പയ്യന്നൂരേക്ക് വന്നത്? ഇതുവരെയും അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടുകളും വന്നിട്ടില്ല. സംശയം നമ്പർ 2, ഇദ്ദേഹം മരിച്ചു എന്ന് പറയുന്നതിന്റെ തലേ ദിവസം ഇദ്ദേഹത്തിന്റെ പിറന്നാളായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞ വിവരപ്രകാരം തലേ ദിവസം ദീപക് 45,000 രൂപ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇനി ഈ 2 വിവരങ്ങളും ലിങ്ക് ചെയ്യുന്ന ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങൾ കൊണ്ടുപോകുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് മണിയാണ്. മണി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഈവൻ സ്നേഹം പോലും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഷിംജിതയുടെ POVയിൽ പണമുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ആ പണത്തിന് വേണ്ടി ഷിംജിത എത്രയോ മാസങ്ങളായി തയ്യാറെടുത്തുണ്ടാക്കിയ ഒരു റീൽ നാടകം മാത്രമായിരുന്നു ഇത്. ഷിംജിത സോഷ്യൽ മീഡിയയിൽ ഒരു ഫെയിമിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. ഷിംജിത കോപ്പുകൂട്ടി കാത്തിരുന്ന സമയത്താണ് മറ്റൊരു പെൺകുട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത് എന്റെ വീട്ടിലോട്ട് അരിമേടിക്കാൻ തന്നെയാണ്. തെളിവുകൾ പറഞ്ഞു വരുന്നത് ഷിംജിതയ്ക്ക് ദീപകിനെ എത്രയോ മാസങ്ങൾക്ക് മുമ്പേ അറിയാമെന്നാണ്. ദീപകിന് ഒരിക്കലും ഷിംജിതയെ അറിയാൻ വഴിയില്ല. ദീപകിന്റെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ഈ 2 ദിവസങ്ങളിലായി വന്ന ഫോൺ കോളുകൾ പരിശോധിക്കണമെന്ന്. ദീപകിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായി ഈ ഷിംജിത കൈക്കലാക്കിയിരിക്കണം. ആ പണത്തിനും ഫെയിമിനും വേണ്ടിയാണ് ഷിംജിത ആ വൈറൽ വീഡിയോ എടുത്തതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. മണി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മുടെ കൂടെ ഉണ്ടാവും. അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതാവും തെളിവുകൾ നമുക്ക് മുന്നിലേക്ക് നിർത്തുന്ന സത്യം. ഒരു വീടിന്റെ ഐശ്വര്യമായിരുന്ന ചെറുപ്പക്കാരൻ, ഒരു വീടിന്റെ അത്താണിയായിരുന്ന ചെറുപ്പക്കാരൻ, അച്ഛന്റെയും അമ്മയുടെയും പൊന്നുമോൻ. ഈ വേർപാടിന് മുമ്പിൽ നീതി ലഭിക്കേണ്ടത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി, ഹൃദയം നുറങ്ങുന്ന വേദനയുമായി സ്വന്തം മകനെ ഓർത്ത് ഇപ്പോഴും നെഞ്ചുപൊട്ടി കഴിയുന്ന ആ പാവം വൃദ്ധരായ അച്ഛനും അമ്മയ്ക്കുമാണ്. സത്യം ചെയ്യിക്കട്ടെ, സത്യം മാത്രം.